ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചില്ലി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം ചില്ലി ചിക്കൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കിയാലോ. അതിനായി ഞാനിവിടെ 350 ഗ്രാം ചിക്കൻ നുറുക്കി വെച്ചിട്ടുണ്ട്. ബോൺലെസ് പീസസ് ആണ്. സബോള അത്യാവശ്യം വലിപ്പത്തിന് തന്നെ ഇതളുകളാക്കി എടുത്തേക്കുകയാണ്. അതൊരു കപ്പ്. ഞാനിവിടെ ഒരു വലിയ സബോളയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. സ്കാലിയൻസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കാണ് ഒരു കപ്പ്. ക്യാപ്സിക്കവും അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. 3 നിറത്തിലുള്ള ക്യാപ്സിക്കം ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഒരു നിറത്തിലുള്ളത് മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഞാനിന്നിവിടെ 3 നിറത്തിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽ പെപ്പർ എന്നും ഇതിന് പറയും. 6 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സോസ് കൂടി വേണം. സോയാ സോസ്, കെച്ചപ്പ്, ചില്ലി സോസ്, വൈറ്റ് വിനിഗർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു മുട്ട, കോൺഫ്ലോർ, മൈദ. ആദ്യം തന്നെ നമ്മുടെ ചിക്കനിലേക്ക് അല്പം പൊടികളൊക്കെ ഇട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അതിനായിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് ഞാനിവിടെ വൈറ്റ് പെപ്പർ പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യണം. ഞാനിതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില്ലി പൗഡർ ഇതിനകത്തേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു നിറം കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം സോസ് ആവശ്യമുണ്ട്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് റെഡ് ചില്ലി സോസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി സോസും എടുക്കാം. അപ്പോൾ റെഡ് ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, സോയ സോസ് 1 ടീസ്പൂൺ, വിനിഗർ 1 ടീസ്പൂൺ. ഞാൻ ഈ സോയ സോസ് എടുത്ത് സെയിം സ്പൂണിലാണ് കേട്ടോ വിനിഗർ എടുത്തത്. അതുകൊണ്ടാണ് അതിൻ്റെ നിറം മാറിയിരിക്കുന്നത്. വൈറ്റ് വിനിഗർ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കെച്ചപ്പ് 1 ടീസ്പൂൺ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സോസ് ഇടേണ്ട ടൈം ആകുമ്പോൾ അങ്ങ് ഇട്ടാൽ മതി. നമുക്ക് ഓരോന്നായിട്ട് അപ്പോൾ ഒഴിച്ചു കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിനകത്തേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി എടുത്ത് വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചിക്കൻ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതുപോലെ ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഒരുപാട് അങ്ങ് മൊരിയിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഞാനിവിടെ നമ്മുടെ ചിക്കൻ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഞാനൊരു വോക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത ആ എണ്ണയിൽ നിന്ന് തന്നെ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ എണ്ണയ്ക്ക് അത്യാവശ്യം ചൂടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക്
അരിഞ്ഞു വെച്ചിരുന്ന സവോള കൂടി ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇവിടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവോള ഒന്ന് ജസ്റ്റ് വാടി തുടങ്ങുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വരണം. നമുക്കൊരല്പം ഉപ്പ് കൂടി ഈ സവോളയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇതിനകത്തേക്ക് സോസൊക്കെ ഇടുമ്പോൾ ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സവോള ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കാം. യെല്ലോ പെപ്പർ, റെഡ് പെപ്പർ, ഗ്രീൻ പെപ്പർ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ഒരുപാട് വെന്ത് പോകരുത്. ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഇത് നല്ലതുപോലെ വാടി വരും. ഇതിപ്പോൾ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ സോസിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. തീ നമുക്കൊന്ന് കുറച്ച് വെക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോറും വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മിക്സർ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഒരുപാട് ഗ്രേവി ആക്കി എടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ സ്കാലിയൻസ് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇത് നമ്മുടെ ചില്ലി ചിക്കന് നല്ലൊരു ഫ്ലേവർ തരും. അങ്ങനെ നമ്മുടെ അടിപൊളി ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇതിനകത്തേക്ക് ഞാൻ കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ കാശ്മീരി ചില്ലിയുടെ കളർ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്